ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ആത്മവിചാരഃ എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഭർതൃഹരിയുടെ പ്രസിദ്ധ കൃതിയായ വൈരാഗ്യശതകമാണ് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ വൈജ്ഞാനിക സാഹിത്യരംഗത്ത് വളരെ പ്രസിദ്ധനായ കവിയാണ് ഭർതൃഹരി. സാഹിത്യ സൗന്ദര്യവും ദാർശനിക ഗാംഭീര്യവും സമന്വയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ഒരുപോലെ ആകർഷിച്ചിട്ടുള്ളവയാണ്. അദ്ദേഹത്തിൻ്റെ 300 സുഭാഷിതങ്ങളുടെ സമാഹാരമാണ് സുഭാഷിത ത്രിശതി. അതിലാണ് ഈ വൈരാഗ്യ ശതകവും ഉൾപ്പെടുന്നത്. 3 ശതകങ്ങളുടെ സമാഹാരമാണ് സുഭാഷിത ത്രിശതി. നീതിശതകം, വൈരാഗ്യശതകം, ശൃംഗാരശതകം. ഈ 3 ശതകങ്ങളിലായി ധർമാർത്ഥ കാമമോക്ഷങ്ങളെ അദ്ദേഹം സമർത്ഥമായി പ്രതിപാദിക്കുന്നു. ഇവിടെ വൈരാഗ്യശതകമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വൈരാഗ്യശതകത്തിൽ തൃഷ്ണാദൂഷണം മുതൽ അവധൂത ചര്യ വരെ 10 പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിൽ ആദ്യ ഭാഗമായ തൃഷ്ണാദൂഷണം, ആദ്യ 10 ശ്ലോകങ്ങൾ, ആ തൃഷ്ണാദൂഷണം എന്ന ആദ്യത്തെ ദശകമാണ് നമ്മളിപ്പോൾ ഇവിടെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേരുപോലെ തന്നെ തൃഷ്ണയെ ദുഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തൃഷ്ണ എന്ന് പറയുമ്പോൾ വിഷയതൃഷ്ണ എന്ന് മനസ്സിലാക്കണം. ഇന്ദ്രിയ സുഖങ്ങൾക്കായുള്ള ആസക്തി എന്ന് മനസ്സിലാക്കണം. അതിനെയാണ് ഇവിടെ ദുഷിക്കുന്നത്. ധർമ്മത്തിന് അവിരുദ്ധമായ അഥവാ ധർമാനുസൃതമായ ആഗ്രഹത്തെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഒരിക്കലും ദുഷിക്കുന്നില്ല. ധർമാവിരുദ്ധോ കാമോസ്മി ഭൂതേഷു ഭരതഋഷഭ എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു. ധർമ്മത്തിന് അവിരുദ്ധമായ അഥവാ ധർമാനുസൃതമായ കാമം ഞാൻ തന്നെയാണ് എന്ന്. ഇവിടെ വിഷയതൃഷ്ണയെയാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ദുഷിക്കുന്നത്, ഉപേക്ഷിക്കാൻ പറയുന്നത്. എന്തുകൊണ്ട്? അത് ബന്ധനത്തിന് കാരണമാവും, അത് ദുഃഖത്തിന് കാരണമാവും എന്നതുകൊണ്ട്. ഇവിടെ ബന്ധനത്തിന് കാരണമാവുന്ന, ദുഃഖത്തിന് കാരണമാവുന്ന തൃഷ്ണയെ ദുഷിക്കുകയാണ്. എന്തിനായിട്ട്? എങ്ങനെയാണ് ദുഷിക്കുന്നത്? വിഷയതൃഷ്ണയുടെ മാരകമായ ഫലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ തൃഷ്ണയെ ദുഷിക്കുന്നത്. അതിലൂടെ എന്താ
കവി ഉദ്ദേശിക്കുന്നത്? വിഷയതൃഷ്ണയെ കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ, വിഷയതൃഷ്ണയെ കൊണ്ടുണ്ടാകുന്ന മാരക ഫലങ്ങൾ ബോധ്യപ്പെട്ടാൽ നമ്മൾ തൃഷ്ണയെ ജയിക്കാൻ ശ്രമിക്കും. അത് ബോധ്യപ്പെടുത്തുക, ജനസമൂഹത്തെ തൃഷ്ണയെ അതിവർത്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഭർതൃഹരിയുടെ ഈ വൈരാഗ്യ ശതക രചനയുടെ ഉദ്ദേശ്യം. തൃഷ്ണ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു, തൃഷ്ണയുടെ ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ദോഷദർശനം വൈരാഗ്യത്തിന് കാരണമാവും. ഒരു കഥ പറയാം. ഒരു രാജാവ് ഗംഭീരമായൊരു കൊട്ടാരം ഉണ്ടാക്കി. ആ കൊട്ടാരത്തിൻ്റെ പാലുകാച്ചൽ ദിവസം ധാരാളം പേര് അവിടെ വന്നു കൂടിയിട്ടുണ്ട്. അവരോടായിട്ട് രാജാവ് ചോദിച്ചു, ഈ കൊട്ടാരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ദോഷങ്ങൾ കാണുന്നുണ്ടോ എന്ന്. ആദ്യം ആരും മറുപടി പറഞ്ഞില്ല. രാജാവ് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരു സാധു സന്യാസി എണീറ്റ് നിന്ന് പറഞ്ഞു, അല്ലയോ രാജാവേ, 2 ദോഷങ്ങൾ ഞാനിവിടെ കാണുന്നു. ഒന്ന്, ഈ കൊട്ടാരം ഉണ്ടാക്കിയ ആൾ എന്നെങ്കിലും ഇല്ലാതെയാവും, മരിക്കും. 2, ഈ കൊട്ടാരം എന്നെങ്കിലും നശിക്കും. ഇവിടെ നശ്വരമാണ്, ക്ഷണികമാണ് ഈ വിഷയങ്ങളെല്ലാം എന്നത് ബോധ്യമായാൽ ഈ വിഷയങ്ങളിലുള്ള തൃഷ്ണ ശമിക്കും. അപ്പോൾ വിഷയങ്ങളുടെ ദോഷം ആണ് നശ്വരത എന്നുള്ളത്. ആ നശ്വരത, ക്ഷണികത എന്ന ദോഷം ബോധ്യമാവുന്ന സമയത്ത് വിഷയാസക്തി കുറയും. നമ്മൾ കിടക്കാൻ മുറിയിലേക്ക് പോകുന്ന സമയത്ത് മുറിയിൽ നിന്നും പുറത്തു വന്നയാൾ നമ്മളോട് പറയാണ്, താങ്കളുടെ മുറിയിൽ ഒരു പാമ്പുണ്ട് കേട്ടോ എന്ന്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പാമ്പിനെ കണ്ടുപിടിച്ച് പുറത്താക്കിയിട്ടേ നമ്മളവിടെ കയറി കിടക്കുള്ളൂ. ഇതേപോലെ ഒന്നിൻ്റെ ദോഷം കൃത്യമായി ബോധ്യമായി കഴിഞ്ഞാൽ, അത് നമുക്ക് തീർത്തും ദുഃഖത്തിന് കാരണമാകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കാൻ നമ്മൾ പരിശ്രമിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടം ആണ് പാലട പ്രഥമൻ. ഒരു ബക്കറ്റ് പാലട പ്രഥമൻ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ പുറപ്പെട്ട സമയത്ത് ഒരാൾ വന്ന് നമ്മളോട് പറഞ്ഞു, അതിലൊരു ഗൗഡി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്ന്. പിന്നെ ഒരു തുള്ളി പാലട പ്രഥമൻ നമ്മൾ കഴിക്കുകയോ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാലട പ്രഥമനായാലും അതിൽ ഗൗളി വീണിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ, എന്ന് വെച്ചാൽ അതിൽ ദോഷം ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്കത് വേണ്ട. ഇതേപോലെ ഇവിടെ വിഷയതൃഷ്ണയെ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ, വിഷയതൃഷ്ണയുടെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ച് തൃഷ്ണയെ ജയിക്കാൻ പറയുകയാണ് ഭർതൃഹരി ചെയ്യുന്നത്. നമുക്ക് ഇന്ന് വിചാരം ചെയ്യേണ്ടുന്ന ശ്ലോകത്തിലേക്ക് വരാം. 2 ശ്ലോകങ്ങൾ വിചാരം ചെയ്തു വെച്ചു. ഇന്ന് 3-ാം ശ്ലോകം ആണ് വിചാരം ചെയ്യേണ്ടത്. ആ 3-ാം ശ്ലോകത്തിലേക്ക് വരാം. ഉദ്ഘാതം നിധിശങ്കയാ ക്ഷിതിതലം ധ്മാദാഗിരേർധാതവ നിസ്തീർണ സരിതാം പതിരനൃപതയ യത്നേന സന്തോഷിതാഃ മന്ത്രാരാധന തത്പരേണ മനസാ നീതാ ശ്മശാനേ നിശാഃ പ്രാപ്ത കാണവരാടകോപി നമയാ തൃഷ്ണേ സകാമാഭവാം. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ഉദ്ഘാതം നിധിശങ്കയാ ക്ഷിതിതലം. നിധിശങ്കയാ ക്ഷിതിതലം ഉദ്ഘാതം. നിധിശങ്കയാ, നിധി ഉണ്ടാകും എന്ന ശങ്കയോടുകൂടി നിധിയുണ്ടാകും എന്ന് വിചാരിച്ച് ക്ഷിതിതലം ഉദ്ഘാതം, ഭൂമിയെല്ലാം കുഴിച്ചു നോക്കി. വളരെ കഷ്ടപ്പെട്ടു എന്നർത്ഥം.
ആ കഷ്ടപ്പാടുണ്ടായത് നിധി ഉണ്ടാകും എന്ന് കൊതിച്ചിട്ടാണ്. നിധി വേണം എന്ന തൃഷ്ണയെ കൊണ്ടാണ്. നിധി വേണം എന്ന് വെച്ചാൽ പണം വേണം. അപ്പം പണം വേണം എന്ന തൃഷ്ണ കൊണ്ടാണ് ഈ ക്ഷിതിതലം ഭൂമിയെല്ലാം കുഴിച്ചു നോക്കിയത്. നിധിക്കു വേണ്ടിയുള്ള തൃഷ്ണയാണ് ഭൂമി മുഴുവൻ കുഴിപ്പിച്ച് എന്നെ കഷ്ടപ്പെടുത്തിയത്. എന്നിട്ട് നിധി കിട്ടിയോ? കിട്ടിയില്ല. അതിനി അവസാനമാണ് പറയുക. തൃഷ്ണയെ കൊണ്ട് താൻ എത്രയെത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞ് അവസാനമാണ് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ട് അവസാനമാണ് ഒന്നും കിട്ടിയില്ല എന്ന് പറയാം. ഇവിടെ ആദ്യം എന്ത് പറയുന്നു? നിധി ഉണ്ടാവും എന്ന് കരുതി ഈ ഭൂമിയൊക്കെ ഞാൻ കുഴിച്ചു നോക്കി. എളുപ്പമുള്ള കാര്യമില്ല, വളരെ കഷ്ടപ്പെട്ടു. എന്നിട്ട് നിധി കിട്ടിയില്ല. ഇന്നും പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിധി അന്വേഷിക്കുന്ന ആൾക്കാർ അല്ലേ, നിധി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആൾക്കാർ, കൊലപാതകങ്ങൾ വരെ ഈ നിധി കാണിച്ചു തരാം എന്ന പറഞ്ഞും കൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ആ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെ കാരണം എന്താണ്? നിധിയിലുള്ള പണത്തിലുള്ള തൃഷ്ണയാണ്. അപ്പം നിധിശങ്കയാ ക്ഷിതിതലം ഉദ്ഘാതം നിധിശങ്കയാ ക്ഷിതിതലം. പിന്നെന്താ ഞാൻ ചെയ്തത്? പണത്തിന് വേണ്ടിയിട്ട് തൃഷ്ണ എന്നെ എന്ത് ചെയ്യിച്ചു? ഗിരേഹെ ധാതവഃ ധ്മാതാ ഗിരേർധാതവഃ. ഗിരേഹെ പർവ്വതത്തിലെ ധാതവഃ ധാതുക്കളെ ധ്മാതാഹ ഞാൻ ഇടിച്ചു പൊടിച്ച് സ്ഫുടം ചെയ്തു നോക്കി. എന്തിനു വേണ്ടിയിട്ട്? സ്വർണം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണല്ലോ സ്വർണം ഖനനം ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഖനനം ചെയ്ത് അതിൻ്റെ ധാതുക്കൾ ലഭിക്കും, അതിൽ നിന്നാണല്ലോ സ്വർണം ഉണ്ടാക്കുക. പർവ്വതത്തിൽ ഈ ധാതുക്കൾ ഉണ്ടാവും, ചില പർവ്വതത്തിലൊക്കെ ഉണ്ട്. വളരെ കഷ്ടപ്പാടാണ് എന്തായാലും ആ ധാതുക്കൾ കൊണ്ടുവന്ന് ഇടിച്ചു പൊടിച്ച് സ്ഫുടം ചെയ്യുക എന്നുള്ള പ്രവൃത്തി. അപ്പോൾ പർവ്വതത്തിലെ ധാതുക്കളെ ഇടിച്ചു പൊടിച്ച് സ്ഫുടം ചെയ്തു നോക്കി സ്വർണം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട്. അപ്പം സ്വർണം കിട്ടണം എന്ന ആശ കൊണ്ട്, തൃഷ്ണ കൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ട് സ്വർണം കിട്ടിയോ? ഇല്ല, കഷ്ടപ്പാട് മാത്രം ബാക്കി. പിന്നെയോ നിർത്തിയോ? എന്നിട്ട് ഇല്ല. പിന്നെന്ത് ചെയ്തു? നിസ്തീർണ സരിതാം പതിഹി. സരിതാം പതിഹി നിസ്തീർണ. സരിതാം പതിഹി, സരിത്തുക്കളുടെ പതി സമുദ്രം. സമുദ്രത്തെ ഞാൻ നിസ്തീർണ തരണം ചെയ്തു നോക്കി, സമുദ്രം താണ്ടി നോക്കി എന്ന് വെച്ചാൽ പണം സമ്പാദിക്കാൻ വേണ്ടി വിദേശയാത്ര ചെയ്തു എന്നർത്ഥം. സമുദ്രം താണ്ടി പോവുക എന്ന് പറഞ്ഞാൽ വിദേശ യാത്ര ചെയ്തു എന്നർത്ഥം. ഇങ്ങനെ കുറെ അലഞ്ഞു നടന്നു, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ വിചാരിച്ച പോലെ പണം ലഭിക്കുകയുണ്ടായോ? ഉണ്ടായിട്ടില്ല. അപ്പം അതും ഈ പണത്തിനു വേണ്ടിയുള്ള തൃഷ്ണയാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. സരിതാംപതിഹി നിസ്തീർണ, സമുദ്രത്തെ ഞാൻ താണ്ടാൻ കാരണം, അലഞ്ഞു നടക്കാൻ കാരണം ഈ തൃഷ്ണ കൊണ്ടാണ്. നിസ്തീർണ സരിതാംപതിഹി. എന്നിട്ട് നിർത്തിയോ? ഇല്ല. പിന്ത് ചെയ്തോ? നൃപതയോ യജ്ഞേന സന്തോഷിതാഹ. യജ്ഞേന നൃപതയഃ സന്തോഷിതാഹ. യജ്ഞേന വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് നൃപതയഃ രാജാക്കന്മാരെ സന്തോഷിതാഹ സന്തോഷിപ്പിച്ചു നോക്കി. പണം കിട്ടാൻ വേണ്ടി, സുഖ സൗകര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി രാജാക്കന്മാരെ സന്തോഷിപ്പിച്ചു നോക്കി. ഇന്നും അത് ചെയ്യുന്നില്ലേ? ഇന്നത്തെ രാജാക്കന്മാരാന്ന് നമുക്കറിയാലോ. എളുപ്പമാണ് അവരെ സന്തോഷിപ്പിക്കുക എന്ന് വെച്ചാൽ അവരുടെ കൂടെ അവരുടെ പിണിയാളായി നിന്ന് അവർ പറയുന്നതൊക്കെ ചെയ്ത് അവർ മൂലമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ ഇതൊക്കെ? തനിക്ക് സുഖം ഉണ്ടാവണം, തനിക്ക് അധികാരം കിട്ടണം, തനിക്ക് പണം കിട്ടണം. ഈ തൃഷ്ണയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പം വളരെ കഷ്ടപ്പെട്ട് രാജാക്കന്മാരെ സന്തോഷിപ്പിച്ചു നോക്കി. യജ്ഞേന നൃപതയഃ സന്തോഷിതാഹ. നൃപതയോ യജ്ഞേന സന്തോഷിതാഹ. എന്നിട്ടും
തൃഷ്ണ ശമിച്ചില്ല, അല്ലെങ്കിൽ തൃഷ്ണയെ ശമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ലഭിച്ചില്ല. പിന്നെന്ത് ചെയ്തു? മന്ത്രാരാധന തൽപരേണ മനസാ നീതാശ്മശാനേ നിശാഹ. മന്ത്രാരാധന തത്പരേണ മനസാ, മന്ത്രത്തിലും ആരാധനയിലും മുഴുകിയ മനസ്സോടുകൂടി, മന്ത്രാരാധന തത്പരേണ മനസാ ശ്മശാനേ നിശാഹ നീതാഹ. ശ്മശാനേ, ശ്മശാനത്തിൽ, നിശാഹ രാത്രികൾ, നീതാഹ കഴിച്ചുകൂട്ടി. അതെന്തിനു വേണ്ടിയിട്ടാ? പലരും ഉപദേശിച്ചു, ഇന്ന കർമ്മങ്ങൾ ചെയ്താൽ മതി, മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്താൽ മതി, എന്നാ പണം കിട്ടും. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടു. ശ്മശാനത്തിൽ രാത്രി കഴിച്ചുകൂട്ടി, പലതരത്തിലുള്ള ആഭിചാര പ്രവർത്തികൾ, അങ്ങനെയുള്ള ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തു പണം കിട്ടാൻ വേണ്ടി പലരുടെ ഉപദേശം അനുസരിച്ചിട്ട്. ഇന്നും നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇല്ലേ? ഇങ്ങനെയുള്ള മന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിനു വേണ്ടി? തനിക്ക് പണം കിട്ടാൻ, തൻ്റെ സുഖത്തിന് വേണ്ടി കുട്ടികളെ ബലി കൊടുക്കുന്നു, ജന്തുക്കളെ ബലി കൊടുക്കുന്നു. ജന്തുക്കളെ ബലി കൊടുക്കുന്നത് പോട്ടെ എന്നല്ല, അത് തീർത്തും എതിർക്കപ്പെടേണ്ട ഇത് തന്നെയാണ്. ഇവിടെ സ്വന്തം മക്കളെപ്പോലും ബലി കൊടുക്കുന്ന അച്ഛനമ്മമാരെ നമ്മൾ പത്രത്തിൽ കാണുന്നു. അതിനൊക്കെ കാരണം എന്താണ്? തൃഷ്ണയാണ്, അല്ലേ? അതെ, തൻ്റെ സുഖത്തിന് തടസ്സം ആവും ഈ മകൻ വളർന്നാൽ എന്ന് ജ്യോത്സ്യൻ, അല്ലെങ്കിൽ ജ്യോത്സ്യൻ എന്ന് പറയുന്നില്ല, അത് എത്രയോ യോഗ്യരായ, ശ്രേഷ്ഠരായ, പണ്ഡിതരായ, മഹാത്മാക്കളായ ജ്യോത്സ്യന്മാരുണ്ട്, അവർക്ക് അപമാനാവും. ജ്യോത്സ്യ വേഷത്തിലുള്ള തട്ടിപ്പുകാർ പറയുന്നത് കേട്ട് സ്വന്തം മക്കളെ കുരുതി കൊടുക്കാൻ പോലും തയ്യാറാവുന്നു. അതിനൊക്കെ കാരണം എന്താണ്? ഈ തൃഷ്ണയാണ്. തൃഷ്ണ മനുഷ്യനെ എന്തൊക്കെ ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യിക്കുന്നില്ല. എത്രയിടത്തോളം അധപ്പതിക്കുന്നു മനുഷ്യൻ ഈ തൃഷ്ണയ്ക്ക് അടിപ്പെട്ടിട്ട്, ആലോചിച്ച് നോക്കൂ. വിവേകം ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ മൃഗത്തെ പോലെ എന്ന് പറയാറുണ്ട്. അത് മൃഗത്തിന് പോലും അപമാനമാവുന്ന അവസ്ഥയാണ്. മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവർത്തികളാണെന്ന് മനുഷ്യൻ ചെയ്യുന്നത്. മൃഗങ്ങൾ ചെയ്യില്ല. മൃഗം വേറൊരു മൃഗത്തെ ഉപദ്രവിക്കുക ഒന്നുകിൽ ഭയന്നിട്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി, അത്രയേ ഉള്ളൂ, അല്ലാതെ ചെയ്യില്ല. ഇവിടെ മനുഷ്യൻ അത് തന്നെ സ്വന്തം മക്കളെ, ചില പ്രത്യേകിച്ച് ജന്തുക്കളും മൃഗങ്ങളൊക്കെ ചെയ്യുന്നുള്ളതല്ലാതെ സാധാരണഗതിയിൽ മക്കളോടുള്ള സ്നേഹം അത് എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട്. ഇവിടെ മക്കളെ പോലും തനിക്ക് സുഖത്തിനു വേണ്ടി ബലി കൊടുക്കാൻ അച്ഛനമ്മമാർ തയ്യാറാവുന്നു. നമ്മൾ പത്രത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങനെയുള്ള വാർത്തകൾ കുറേ വന്നു, നമ്മൾ വായിച്ചു. അപ്പം ഇതിനൊക്കെ കാരണം തൃഷ്ണയാണ്. മന്ത്രാരാധന തത്പരേണ മനസാ നീതാശ്മശാനേ നിശാഹ. ഇതൊക്കെ ചെയ്തിട്ട് സുഖം ആയോ? തൃഷ്ണ ശമിച്ചുവോ? പ്രാപ്ത കാണപരാടകോപി നമയാ. തഥാപി ഇതൊക്കെ ചെയ്തിട്ടും കാണപരാടക അഭി മയാ ന പ്രാപ്ത. കാണപരാടക, നയാ പൈസ പോലും, അഭി മയാ ന പ്രാപ്ത. കാണപരാടക അഭി, നയാ പൈസ പോലും മയാ ന പ്രാപ്ത, എനിക്ക് കിട്ടിയില്ല എന്നാണ്. ഈ കഷ്ടപ്പാടൊക്കെ ബാക്കി എന്നുള്ളതല്ലാതെ തൃഷ്ണ ശമിച്ചതേയില്ല. അതങ്ങനെയാണ്. അനുഭവിക്കുന്തോറും ഇനിയും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുക. ഭാഗവതത്തിലും മഹാഭാരതത്തിലൊക്കെ ഉള്ള പ്രസിദ്ധമായ ശ്ലോകമുണ്ട്. നജാതു കാമകാമാനാം ഉപഭോഗേന ശമ്യതി അവിഷാ കൃഷ്ണവർമ്മേവാ ഭൂയ ഏവാഭിവർദ്ധതേ. ഒരു കാമവും ഉപഭോഗം കൊണ്ട് ശമിക്കുന്നില്ല എന്നാണ്. ഉപഭോഗം കൊണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അനുഭവിച്ചിട്ട് തൃപ്തി വരും എന്ന് കരുതണ്ട. അനുഭവിച്ചിട്ട് തൃപ്തി വരില്ല. അനുഭവിക്കുന്തോറും ഇനിയും കിട്ടണം എന്നുള്ള ചിന്തയാണ് കൂടുന്നത് എന്ന. വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ വിഷയപരമായ സംസ്കാരം മനസ്സിൽ പതിയും. അത് വാസനയായി പരിണമിക്കും. അത് അതേ സ്വഭാവമുള്ള വിഷയങ്ങളെ കൂടുതലായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇനിയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും.
അനുഭവിച്ചിട്ട് തൃപ്തി വരിക അത് ഇല്ല എന്ന് തന്നെയാണ്. തീ കെടുത്താൻ നെയ്യ് ഒഴിക്കുന്നത് പോലെയാണ് ഈ വിഷയതൃഷ്ണ ശമിക്കാൻ വിഷയസുഖങ്ങളെ അനുഭവിക്കുക എന്നുള്ളത്. തൃഷ്ണ ശമിക്കാതെ സമാധാനം ഉണ്ടാവുകയുമില്ല. നമ്മുടെ ദുഃഖങ്ങൾക്ക്, ഭയങ്ങൾക്ക്, അസ്വസ്ഥതകൾക്കൊക്കെ കാരണം എന്താ എന്നുള്ളത് ഒന്ന് വിചാരം ചെയ്തു നോക്കൂ. സൂക്ഷ്മമായി വിചാരം ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയും ഈ തൃഷ്ണ ആണ് എന്ന്. അതെ, ആഗ്രഹങ്ങളെ ജയിച്ചയാൾക്ക് ദുഃഖങ്ങളില്ല, ഭയം ഇല്ല. ഭയം ഉണ്ടാവുന്നത് ഞാനെന്നും ഇവിടെ ഉണ്ടാവണം, എനിക്കെപ്പോഴും സുഖമായി നിൽക്കണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ്. അതില്ലാത്തൊരാൾക്ക് ഭയം ഉണ്ടാവില്ല. ഭയദുഃഖങ്ങൾ, അസ്വസ്ഥതകൾക്കൊക്കെ കാരണം തൃഷ്ണയാണ്. തൃഷ്ണ ശമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുഖം. തൃഷ്ണ സുഖത്തെ അനുഭവിക്കാൻ അനുവദിക്കാതിരിക്കുക ചെയ്യുന്നത്. ഈ സുഖം എന്ന് പറയുന്നത് പുറമെ ഒന്നിലല്ല, നമ്മുടെ സ്വരൂപം തന്നെയാണ്. നമ്മുടെ സ്വരൂപം ആനന്ദമാണ്. ഇവിടെ ഓരോ വിഷയങ്ങളിൽ നിന്നും എനിക്ക് സുഖം കിട്ടുന്നു എന്നുള്ളത് നമ്മൾ സ്വരൂപത്തെ അറിയാതെ അജ്ഞാനം കൊണ്ട് തെറ്റിദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന വസ്തു എന്നെ സുഖിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആത്മസ്വരൂപമായ ആനന്ദത്തെ ആ വസ്തുവിലേക്ക് ആരോപിക്കുകയാണ്. എന്നിട്ട് ആ വസ്തുവാണ് എൻ്റെ സുഖത്തിന് കാരണം. യഥാർത്ഥത്തിൽ ഞാനാണ് സുഖം, ഞാനാണ് ആനന്ദം. അപ്പം ഞാനാകുന്ന ആനന്ദത്തിൽ നിൽക്കാൻ മനസ്സ് തൃഷ്ണാരഹിതമാവണം, സങ്കല്പരഹിതമാകണം, ശാന്തമാകണം. നിവാതസ്ഥ ദീപം പോലെ മനസ്സ് സമാഹിതമാകുമ്പോൾ ആനന്ദ സ്വരൂപമായ ആത്മാവ് പ്രകാശിക്കുന്നു, സ്വരൂപത്തിൽ നിലകൊള്ളാൻ കഴിയുന്നു. സ്വരൂപാനന്ദത്തിൻ്റെ പ്രകാശം, ചെറിയ ചെറിയ പ്രകാശങ്ങളാണ് ഈ വിഷയസുഖങ്ങളൊക്കെ. ഇപ്പോൾ ഒരാഗ്രഹം ശമിച്ചു കഴിഞ്ഞാൽ സുഖം, നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം കിട്ടി, സുഖം ഉണ്ട്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ആ ആഗ്രഹം നീങ്ങിയപ്പോൾ മനസ്സ് കുറച്ചു നേരത്തേക്കൊന്ന് ശാന്തമായി. അപ്പോൾ മനസ്സ് തീർത്തും ശാന്തമാകുമ്പോഴാണ് ഈ ആത്മസ്വരൂപമായ ആനന്ദം പ്രതിഫലിക്കുക, അല്ലെങ്കിൽ പ്രകാശിക്കുക. ഇവിടെ ആഗ്രഹ സഫലീകരണത്തിൽ മനസ്സ് സ്വല്പം ശാന്തമായപ്പോൾ ലേശം ആത്മസുഖം പ്രകാശിച്ചു. അപ്പോൾ എനിക്ക് സുഖമായി, അത് കിട്ടി, എനിക്ക് സുഖമായി. ഈ പറഞ്ഞത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഒരാഗ്രഹം സാധിച്ച സമയത്ത് ഉള്ള സുഖം അത് വേറൊരാഗ്രഹം ഉണ്ടാവുന്നത് വരെ ഉള്ളൂ. ഇനിയൊരാഗ്രഹം ഉണ്ടായോ ആ സുഖം പോയി. അപ്പോൾ ഈ സുഖത്തെ ഇല്ലാതെയാക്കുന്നത് എന്താണ്? ആഗ്രഹങ്ങളാണ്, അല്ലേ? അതെ, ആഗ്രഹങ്ങൾ ഒഴിഞ്ഞ്, സങ്കല്പങ്ങൾ ഒഴിഞ്ഞ് ശുദ്ധമായ അന്ധക്കരണത്തോട് കൂടിയിട്ടുള്ളയാൾ സ്വസ്വരൂപമായ ആനന്ദത്തിൽ വിരാജിക്കുന്നു എന്നർത്ഥം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൃഷ്ണയാണ് ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് തൃഷ്ണയെ ശമിപ്പിക്കുക. തൃഷ്ണ കൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളും ഉണ്ടായത്, ഇപ്പോഴും ഉണ്ടാവുന്നത്. എൻ്റെ അസ്വസ്ഥതകൾക്കൊക്കെ കാരണം അനിയന്ത്രിതമായ വിഷയതൃഷ്ണയാണ് എന്നറിഞ്ഞ് വിചാരം കൊണ്ട് വിഷയതൃഷ്ണയെ ഇല്ലാതെയാക്കുക. വിചാരം കൊണ്ട് മാത്രമേ വിഷയതൃഷ്ണ ഇല്ലാതെയാവുള്ളൂ. അല്ലാതെ തൃഷ്ണയെ പ്രീതിപ്പെടുത്തിയിട്ട് ഒരിക്കലും തൃഷ്ണ ഇല്ലാതെയാക്കാൻ കഴിയില്ല. വിചാരം കൊണ്ട് തൃഷ്ണ ഏതേത് വിഷയങ്ങളിൽ, ആ വിഷയങ്ങളുടെ സ്വഭാവം എന്ത്, വിചാരം ചെയ്യുക. ഈ തൃഷ്ണ എന്നെ ഇതുവരെ ദുഃഖിപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്, വിചാരം ചെയ്യുക. അങ്ങനെ വിചാരം ചെയ്യുമ്പോൾ വിവേകമുണ്ടാകും. ആ വിവേകം തൃഷ്ണയെ ജയിക്കാൻ നമ്മെ കെൽപ്പുള്ളവരാക്കും. അപ്പോൾ ഇവിടെ തഥാപി കാണവരാടക അഭി മയാന പ്രാപ്ത, ഇത്രയൊക്കെ ചെയ്തിട്ടും നയാ പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് അവിടെ പറയുന്നു, തൃഷ്ണയെ സകാമാഭവ, അല്ലയോ തൃഷ്ണേ നീ സകാമയാവട്ടെ, നിന്റെ ആഗ്രഹം സാധിക്കട്ടെ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. അത് ദുഷിക്കലാണ്. നമ്മൾ പറയാറില്ലേ,
എന്നെ എത്രയൊക്കെ നീ കഷ്ടപ്പെടുത്തിയല്ലോ, എൻ്റെത് മുഴുവൻ നീ ഇല്ലാതെയാക്കി, എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. ഇനിയും നിന്റെ ഇഷ്ടം സാധിക്കട്ടെ, ഇനിയും നീ വിചാരിച്ചതൊക്കെ നടക്കട്ടെ എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, ആ രീതിയാണ് ഇവിടെ. കൃഷ്ണയെ സകാമാഭവ എന്ന് പറയുമ്പോൾ, കൃഷ്ണയെ നീ നിന്റെ ആഗ്രഹങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചു, എന്നെ ഇത്രയധികം വിഷമിപ്പിച്ചു, ഇനിയും അത് തുടരട്ടെ എന്നുള്ളത് ഒരു നിന്ദാരൂപത്തിൽ പറയുകയാണ്. ലൗകിക തലത്തിൽ ഈ ഒരു ശൈലി നിന്ദാ രൂപത്തിലാണ് നമ്മൾ പ്രയോഗിക്കാറ്. അതുതന്നെയാണ് ഇവിടെ കവിയും പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉദ്ഘാതം നിധിശങ്കയാ ക്ഷിതിതലം, നിധി ഉണ്ടാവുന്ന കൊതിച്ചിട്ട് ഭൂമിയൊക്കെ കുഴിച്ചു നോക്കി. ഗിരേ ധാതവ ധ്മാദാഹ ധ്മാദം ഗിരേർ ധാതാഗിരേർ ധാതവ, പർവ്വതത്തിലെ ധാതുക്കളൊക്കെ ഇടിച്ചു പൊടിച്ച് സ്വർണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറെ കഷ്ടപ്പെട്ടു. നിസ്തീർണ സരിതാംപതിഹി, സമുദ്രം കടന്ന് വിദേശത്ത് പോയാൽ പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറെ വിദേശയാത്ര ചെയ്തു. നൃപതയോ യജ്ഞേന സന്തോഷിതാഹ, വളരെ കഷ്ടപ്പെട്ടിട്ട് രാജാക്കന്മാരെ സന്തോഷിപ്പിച്ചു നോക്കി. മന്ത്രാരാധന തൽപരേണ മനസ, മന്ത്രത്തിലും ആരാധനയിലൊക്കെ മുഴുകിയ മനസ്സോടുകൂടി. ശ്മശാനേ നീതാനിശാഹ, ശ്മശാനേ നിശാഹ നീതാഹ, ഈ ശ്മശാനത്തിൽ രാത്രി കഴിച്ചുകൂട്ടി. തഥാപി ഇത്രയൊക്കെ ചെയ്തിട്ടും കാണവരാടക അഭി, നയാ പൈസ പോലും എനിക്ക് കിട്ടിയില്ല. തൃഷ്ണയെ സകാമാഭവ, അല്ലയോ തൃഷ്ണേ നിന്റെ ഇഷ്ടം നടക്കട്ടെ. അപ്പൊ ഇവിടെ തൃഷ്ണയെ ദൂഷിക്കുന്നു, തൃഷ്ണ കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളെ പറയുന്നു. ഇത് നമ്മളെ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ എല്ലാ അലച്ചിലിനും കാരണമാവുന്നത് ഈ തൃഷ്ണയാണ് എന്നറിഞ്ഞ് തൃഷ്ണയെ വിചാരം കൊണ്ട് വിവേകത്തെ ആർജിച്ച് ജയിക്കാനായി പരിശ്രമിക്കുക എന്നർത്ഥം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം അടുത്ത ആചാര്യരിൽ നിന്നും അടുത്ത ദിവസം നമുക്ക് കേൾക്കാം. ആത്മവിചാരഹ ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്ന ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.